ഇന്നത്തെ ചോദ്യം നോക്കാം. 824, 367, 548, 645 എന്നീ സംഖ്യകളിൽ അടുത്തടുത്തുള്ള 3 സംഖ്യകളുടെ തുകയാവാൻ സാധ്യതയുള്ള സംഖ്യ ഏത്? ആ തുടർച്ചയായ 3 സംഖ്യകൾ ഏതെല്ലാം എന്ന 2 ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. 3 സംഖ്യകൾ കൂട്ടിയാൽ, അടുത്തടുത്തുള്ള 3 സംഖ്യകൾ കൂട്ടിയാൽ ഈ 4 സംഖ്യകളിൽ ഏതെങ്കിലും ഒന്ന് ആവുന്നുണ്ട്. ആ സംഖ്യ ഏതാണ് എന്നതാണ് ചോദ്യം. നമുക്ക് അടുത്തടുത്തുള്ള 3 ചെറിയ സംഖ്യകൾ എടുത്ത് പരിശോധിച്ച് നോക്കാം. 1, 2, 3 കൂട്ടുന്ന സമയത്ത് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത് 6 അതുപോലെ 4, 5, 6 കൂട്ടുന്ന സമയത്തും നമുക്ക് ഉത്തരമായി കിട്ടുന്നത് 15 അതുപോലെ 7, 8, 9 അത് കൂട്ടുന്ന സമയത്ത് ഉത്തരമായി കിട്ടുന്നത് 24 അതിൽ നിന്നും നമുക്കൊരു കാര്യം തിരിച്ചറിയാൻ പറ്റും. അടുത്തടുത്തുള്ള 3 സംഖ്യകൾ കൂട്ടുകയാണെങ്കിൽ അതൊരു 3ൻ്റെ ഗുണിതമായിരിക്കും. അല്ലെങ്കിൽ ആ സംഖ്യയെ, ആ തുകയെ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ 4 സംഖ്യകളിൽ ഏതോ ഒരു സംഖ്യ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ് എന്ന കാര്യമാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ 3 കൊണ്ട് ഈ സംഖ്യകളെ അരിച്ചു നോക്കി ഏതാണ് സംഖ്യ എന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം 3 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് എല്ലാ സംഖ്യയും അരിച്ചു നോക്കുന്ന സമയത്ത് ഒരുപാട് സമയം നഷ്ടമാവും. അതിന് പകരമായി ഈ സംഖ്യകളുടെ അക്കത്തുക കണ്ടെത്തിയാൽ മതി. അക്കത്തുക എന്നാൽ ഇവിടെ 3 അക്കമുള്ള സംഖ്യകളാണ് ഓരോന്നും തന്നിട്ടുള്ളത്. ആ 3 സംഖ്യകളും ഒരുമിച്ച് കൂട്ടുക. ഇവിടെ 824 അക്കങ്ങൾ 8ഉം 2ഉം 4ഉം അവ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് നമുക്കൊരു സംഖ്യ കിട്ടും. ഇവിടെ 8ഉം 2ഉം 10 10ഉം 4ഉം 14 അത് അക്കങ്ങളുടെ തുകയാണ്. അക്കത്തുക എന്നാൽ ഒരേ ഒരു അക്കം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 14നെ വീണ്ടും കൂട്ടാം. 1 കൂട്ടണം 4, നമുക്ക് കിട്ടുന്നത് 5 5 എന്ന് പറഞ്ഞാൽ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റാത്ത സംഖ്യയാണ്, അല്ലെങ്കിൽ 3ൻ്റെ ഗുണിതമല്ല 5. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അത് 3 സംഖ്യകളുടെ തുകയല്ല, അല്ലെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ അത് 3 സംഖ്യകളുടെ തുകയല്ല എന്ന കാര്യം തിരിച്ചറിയുക. അതുപോലെ തന്നെ അടുത്ത സംഖ്യ അതുപോലെ ഒന്ന് കൂട്ടി നോക്കുക. ഇവിടെ 367 തന്നിട്ടുള്ളത്. 3 കൂട്ടണം 6, 9 9ൻ്റെ കൂടെ 7 കൂട്ടുന്ന സമയത്ത് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത് 16 അപ്പോൾ 16ൻ്റെ അക്കത്തുക എന്നാൽ 1ഉം 6ഉം 7 7ഉം 3ൻ്റെ ഗുണിതമല്ല, അല്ലെങ്കിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതല്ല. അതുപോലെ അവസാനത്തെ സംഖ്യ നോക്കുന്ന സമയത്ത് 645 സംഖ്യ. 6ഉം 4ഉം 10 10ഉം 5ഉം 15 15ൻ്റെ അക്കത്തുക, അക്കങ്ങളുടെ തുകയാണ് 15. അക്കത്തുക എന്നാൽ 1ഉം 5ഉം കൂട്ടിയാൽ 6 6 3ൻ്റെ ഗുണിതമാണ്. 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ 6 അല്ലെങ്കിൽ 3നെ കൊണ്ട് 645നെ നിശേഷം ഹരിക്കാൻ പറ്റും എന്ന കാര്യം തിരിച്ചറിയുക. അപ്പോൾ നമുക്ക് 3 സംഖ്യകളുടെ തുക എന്നാൽ 645. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തെറ്റുകുറ്റങ്ങളും പോരായ്മകളും കമൻ്റായി രേഖപ്പെടുത്തുക. അടുത്ത ചോദ്യം, തുടർച്ചയായ 3 സംഖ്യകൾ ഏതെല്ലാം എന്ന് ചോദിക്കുന്നുണ്ട്. തുടർച്ചയായ സംഖ്യകളുടെ തുകയാവാൻ സാധ്യതയുള്ള സംഖ്യ 645 എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. പിന്നീട് ചോദിക്കുന്നത് തുടർച്ചയായ ആ 3 സംഖ്യകൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ആദ്യത്തെ 3 സംഖ്യകൾ എടുത്ത് ഒന്ന് പരിശോധിച്ച് നോക്കാം. 1, 2, 3 അതിൻ്റെ ആകെ തുക 6 ആ 6നെ 3 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് നടുവിലുള്ള സംഖ്യയായ 2 കിട്ടുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള സംഖ്യയായിട്ടുള്ള 4, 5, 6 അതും കൂട്ടുന്ന സമയത്ത് ആ സംഖ്യകളുടെ തുക എടുക്കുന്ന സമയത്ത് നമുക്ക് 15 കിട്ടുന്നത്. അതുപോലെ ആ 15നെ 3 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരമായി കിട്ടുന്നത് 5. ആ
മൂന്ന് സംഖ്യകളുടെ നടുവിലുള്ള സംഖ്യയായിട്ടുള്ള 5-നെയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള നമ്മൾ കണ്ടുപിടിച്ച സംഖ്യയായിട്ടുള്ള 645-നെ 3 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 3 സംഖ്യകളുടെ കൂട്ടത്തിലുള്ള നടുവിലുള്ള സംഖ്യയെ കണ്ടെത്താൻ പറ്റും. 645-നെ 3 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരമായി കിട്ടുന്നത് 215 അങ്ങനെയെങ്കിൽ ആദ്യത്തെ സംഖ്യ 214 അവസാനത്തെ സംഖ്യ 216 ആയിരിക്കും. അങ്ങനെയാണ് 3 സംഖ്യകൾ കണ്ടെത്തേണ്ടത്.